ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീല ഷെരീഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വെച്ച് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കുന്ന അത് വെച്ച് ഇത് തയ്യാറാക്കാൻ പറ്റത്തില്ല. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഈ നൂഡിൽസ് വാങ്ങിക്കാൻ. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കുക. പിന്നെ ഈ പാക്കറ്റ് നൂഡിൽസാണ്. ഇത് വെച്ചാണ് നമുക്ക് നൂഡിൽസ് തയ്യാറാക്കുന്നത്. ഇതൊരു 10-12 പേർക്ക് ഈ പാക്കറ്റ് നൂഡിൽസ് കഴിക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഒരു പോർഷൻ മാത്രം മതി. ഒരു 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി. ഇത് 4 പോർഷനായിട്ടുണ്ട്. അതിൽ ഒരു പോർഷൻ മതി. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയല്ല ചേർക്കാനുള്ളത്. അതായത് ഒരു പോർഷൻ, അത് ഏകദേശം ഒരു 200 ഗ്രാം വരും. അത് നമുക്ക് ഈ വെള്ളം തിളച്ച് തുടങ്ങിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ഇളക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 to 7 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം ഓരോ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും അതിൻ്റെ കുക്കിംഗ് ടൈം. അത് നോക്കി നിങ്ങൾ കുക്ക് ചെയ്യുക. എനിക്കൊരു 7 മിനിറ്റിനകത്ത് ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനിലോട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ കൂടുതൽ വെന്ത് പോകാതിരിക്കാനാണ് തണുത്ത വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ പീസ് ക്യാബേജ്, അര പീസ് ഓണിയൻ, ഒരു ക്യാപ്സിക്കം, 2 ക്യാരറ്റ് എല്ലാം വൃത്തിയാക്കി എടുത്ത് അത് നമുക്കിത് കട്ട് ചെയ്യണം. ക്യാരറ്റെല്ലാം നമുക്ക് നീളത്തിന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. എല്ലാം ഇതേപോലെ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇതേപോലെ ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പിന്നെ ബീൻസ് വേണമെങ്കിലും ചേർക്കാം. ഇത് ബീൻസൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ക്യാപ്സിക്കം തന്നെ റെഡ് കളറ്, യെല്ലോ കളറൊക്കെ ഉണ്ട്. ഞാനിത് ഗ്രീൻ കളർ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളറേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറിൻ്റെ ക്യാപ്സിക്കം, യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ചേർത്ത് നൂഡിൽസിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊരു കളർ മാത്രമേ ചേർക്കുന്നുള്ളൂ. സവാള ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. അതും ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ നൂഡിൽസിന്. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കാനുള്ളത്. വെളിച്ചെണ്ണ ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ചേർക്കാതെ പിന്നെ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ വെജിറ്റബിൾസ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കാലിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് കൂടുതൽ കുക്കാവുകയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം. ഈ ചൈനീസ് ഡിഷ് എല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനുള്ളത്. ഉടയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നൂഡിൽസിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചത്.
പിന്നെ ക്യാപ്സിക്കം, ഒന്ന് സോട്ടായി വരുമ്പോൾ അതിൽ ഒരു മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ മുട്ടയുടെ സ്ഥാനത്ത് ചിക്കൻ വേണമെങ്കിലും പ്രോൺസ് വേണമെങ്കിലും ബീഫ് വേണമെങ്കിലും വേവിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. പിന്നെ മുട്ട ചേർത്തില്ല വെജിറ്റബിൾസ് മാത്രം വെച്ചാൽ നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാല ഒരു അല്പം എരിവ് കിട്ടാനായിട്ടാണ്. അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കുട്ടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച നൂഡിൽസ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഒട്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതായത് 1 സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കാൻ പാടാണ്. അതാണ് ഒരു ഫോർക്കും കൂടെ ചേർത്ത് ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഭാഗത്തും നന്നായിട്ട് മസാലയിലൊക്കെ വെജിറ്റബിൾസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് അല്പം നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ.